ഹലോ എവരിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലാണ്. നിങ്ങൾ വാൽപ്പാറ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട റൂട്ട് തന്നെയാണ് ഈ റൂട്ട്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മാറി കഴിയുമ്പോൾ എല്ലാവരും പോകുന്ന വഴി തന്നെയാണ് ആ പോലീസ് ബൂത്തിൻ്റെ സൈഡിലൂടെ സ്ട്രെയിറ്റ് റോഡ്. അതല്ലാണ്ട് തന്നെ ആ പോലീസ് ബൂത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് റൈറ്റ് കയറുമ്പോൾ തന്നെ ഒരു വഴിയുണ്ട്. നോർമൽ നേരെ പോകുന്നതിനേക്കാളും 2-3 കിലോമീറ്റർ മാത്രം ചുറ്റി പോകണമെന്നേ ഉള്ളൂ. പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ റൂട്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് അറിയുന്നതിനേക്കാൾ നല്ലത് ഈ വീഡിയോ കണ്ടു തന്നെ അറിയാൻ പറ്റും ഞാൻ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഞാൻ എല്ലാവരും പറയുന്നത് വാൽപ്പാറ നിങ്ങൾ നോർമലി റൂട്ട് പോകാണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഈ റൂട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. ഇത്രയും നല്ല റോഡായതുകൊണ്ടായിരിക്കും ഒരു 100-300 മീറ്റർ കൂടുമ്പോൾ ഓരോരോ ഹമ്പുണ്ട്. ആ ഹമ്പ് എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നുണ്ട്, അപ്പോൾ ഇടയ്ക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുമാത്രം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചങ്ങോട്ട് പോകുന്ന വഴി ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ലോറി വന്നിട്ടുണ്ടായിരുന്നു. ആ ലോറിക്ക് പോകാനുള്ള ആകെയുള്ളൊരു സ്പേസ് മാത്രമേ ആ റോഡുള്ളൂ. ആക്ച്വലി നല്ല പക്കാ റോഡാണ്. ഈ പറയുന്ന പോലെ കുണ്ടും കുഴി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആ ലോറി വന്നപ്പോൾ ഞാൻ ആകെ പെട്ടുപോയി. ഞാൻ കുറച്ച് ദൂരം ബാക്കിലേക്ക് പോയിട്ടാണ് ആ ലോറിക്ക് സൈഡ് കൊടുത്തിട്ടാണ് ആ ലോറി പിന്നെ കയറിപ്പോയത്. സോ അതേപോലെ എന്തെങ്കിലും ഇടയ്ക്ക് ഇതേപോലെ പ്രശ്നം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. സോ ആ ഒരു ലോറി അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും വേറെ ഓപ്പോസിറ്റ് വന്നില്ല. ചെറിയൊരു ബൈക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ആ റോട്ടിൽ ഒറ്റ മനുഷ്യനില്ല. ഇടയ്ക്കിടെ കുറേ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ കുറേ തേയില ഫാക്ടറി കാര്യങ്ങളുണ്ട്. ഇത് നേരെ കയറി ചെല്ലുന്നത് ഷോളയാർ ഡാമിൻ്റെ ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഈ മലക്കപ്പാറ വാൽപ്പാറ റൂട്ട്. നോർമലി നേരെ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി വളഞ്ഞു പോകുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല നല്ല കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു 1 മന്ത് ബാക്ക് ഞാൻ വാൽപ്പാറ പോയപ്പോൾ എനിക്ക് ഈ റൂട്ടിനെ പറ്റി അറിയില്ലായിരുന്നു. ഞാൻ സ്ട്രൈറ്റ് തന്നെ പോയി കുറച്ച് മൃഗങ്ങളെ സ്പോട്ട് ചെയ്തു. അത്യാവശ്യം റോഡിൽ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ റോഡിൽ ഒരൊട്ടും തിരക്കില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റിൽ ലോറി വരുന്നതല്ലാണ്ട് എനിക്ക് വേറെ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ബൈക്കിൽ പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കാറോ അതേപോലത്തെ വണ്ടികളൊക്കെ പോവുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് വണ്ടി വരുവാണെങ്കിൽ നമുക്കൊരിക്കലും ഈ പറയുന്ന പോലെ എത്ര ദൂരം ബാക്കിലേക്ക് പോകണമെന്ന് അറിയാൻ പറ്റില്ല വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകാനായിട്ട്. നിങ്ങൾ വാൽപ്പാറയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ വാൽപ്പാറയിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം മലക്കപ്പാറ വഴി തിരിച്ച് അതിരപ്പള്ളി വഴി പോവുക. ഇതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ പൊള്ളാച്ചി വഴി കറങ്ങിപ്പോകേണ്ടി വരും. അത് 40-45 ഹെയർ പിൻ ഉണ്ട്. ആ ഹെയർ പിൻ ഇറങ്ങി വേണം നമുക്ക് പൊള്ളാച്ചി വഴി കറങ്ങിപ്പോകാൻ. ഞാൻ ചെയ്യുന്നത് എപ്പോഴും 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ യൂഷ്വലി സെലക്ട് ചെയ്യുന്നത് വാൽപ്പാറയിൽ നേരെ പൊള്ളാച്ചി വഴി പോയിട്ട് നേരെ നാട്ടിലേക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം പോയപ്പോഴും ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്തത്. ഞാൻ ഈ കാണിച്ച റൂട്ടും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ട്രാവലിങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.